വിസ്മയം തീർത്ത് വായനയുടെ വിസ്മയ വസന്തം. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തകാവതരണ പരിപാടി ശ്രദ്ധേയമായി. ഒരേ സമയം 31 വേദികളിലായി 1500 പ്രശസ്തമായ കൃതികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ പ്രദേശത്തെ 21ഓളം ലൈബ്രറികളിൽ നിന്നായി ക്രിസ്മസ് അവധിക്കാലത്ത് ലഭ്യമാക്കിയ പുസ്തകങ്ങളാണ് കുട്ടികൾ വായിച്ചവതരിപ്പിച്ചത്. മലയാളത്തിലെ യശരീരരായ എഴുത്തുകാരുടെ നാമധേയത്തിലുള്ള 31 വേദികളിലായാണ് ഒരേ സമയം വായനാവതരണം നടന്നത്. ഒരേ വേദിയിലെയും അവതരണങ്ങൾക്ക് ഗ്രന്ഥശാല പ്രവർത്തകരും അധ്യാപകരും നേതൃത്വം നൽകി. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിന്ദി ഭാഷകളിലുള്ള പ്രശസ്തമായ കൃതികളാണ് വിവിധ വേദികളിലായി അവതരിപ്പിക്കപ്പെട്ടത്. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ദിനമാണ്. 1500 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും PTA അംഗങ്ങളും ഇന്ന് പുസ്തകം വായിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന 5 അധ്യാപകർക്കുള്ള സ്നേഹാദരമായിട്ട് ബൃഹത് പുസ്തകാഞ്ജലി ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ തന്നെ നടത്തിക്കഴിഞ്ഞു. 31 വേദികളിൽ ചെറുശ്ശേരി മുതൽ MT വരെയുള്ളവരുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് 31 വേദികളിലായിട്ടാണ് 1500 പുസ്തക അവതരണം നടത്തുന്നത്. ഇതിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സഹായത്തോടുകൂടി 21 ലൈബ്രറികൾ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് തന്നെ സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് നേരിട്ട് പുസ്തകം വിതരണം ചെയ്യുകയും ചെയ്തു. അവധിക്കാലത്ത് കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് തയ്യാറാക്കി സ്കൂൾ തുറന്നതിന് ശേഷം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും അതിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകർ അത് തിരുത്തുകയും അങ്ങനെ കുട്ടികളെ പൊതുവേദികളിൽ പുസ്തകം അവതരിപ്പിക്കാൻ പ്രാപ്തരാക്കുകയും ഇന്ന് 31 വേദികളിലായിട്ട് കുട്ടികൾ പുസ്തകം അവതരിപ്പിച്ചു വരുന്നു. ഇത്രയധികം പുസ്തകങ്ങൾ, ഇത്രയധികം വിദ്യാർത്ഥികൾ, ഇത്രയധികം വേദികളിലായി ഒരേ സമയത്ത് അവതരിപ്പിച്ചു എന്നത് കേരളത്തിൻ്റെ വിദ്യാലയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. ക്രിസ്തുമസ് അവധിക്കാലത്ത് കുട്ടികൾ വായിച്ച് തയ്യാറാക്കിയ പുസ്തകാവലോകന കുറിപ്പുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ക്ലാസ് തലത്തിൽ അവതരിപ്പിച്ച് അധ്യാപകരുടെയും ഗ്രന്ഥശാല പ്രവർത്തകരുടെയും മേൽനോട്ടത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് വായനാ വസന്തം വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട കുറിപ്പുകൾ സമാഹരിച്ച് ഒറ്റ പതിപ്പായി പ്രസിദ്ധീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ അറിയിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, ഹെഡ്മിസ്ട്രസ് EN വീണാദേവി, അധ്യാപകരായ G ശ്രീജിത്ത്, രാജീവ് കുമാർ കാമ്പറത്ത്, C സുധാകരൻ എന്നീ അധ്യാപകർക്കുള്ള ആദരമായാണ് സ്കൂളിലെ 1200 വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്നാണ് സ്കൂളിൽ ഈ ബൃഹത് ഗ്രന്ഥാഞ്ജലി സംഘടിപ്പിച്ചത്. സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ കൂറ്റൻ പുസ്തകാകൃതിയിൽ NSS, SPC, റെഡ് ക്രോസ്, സ്കൗട്ട്സ് യൂണിറ്റ് അംഗങ്ങളും മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും 1500ഓളം ഗ്രന്ഥങ്ങൾ ഉയർത്തി വിരമിക്കുന്ന അധ്യാപകർക്ക് അക്ഷരാഞ്ജലി നടത്തി. ബൃഹത് ഗ്രന്ഥാഞ്ജലി പയ്യന്നൂർ MLA TA മസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K ശിവകുമാർ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K ശിവകുമാർ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, രമ്യ PU, കലേഷ് കലാലയ, P സുരേഷ് മാസ്റ്റർ, P പങ്കജാക്ഷൻ മാസ്റ്റർ, CV രാജു, സുനീഷ് PS, OK അനിൽകുമാർ, മധുവാർ, സിജ നായർ, ശ്രീജ BN, ഇസ്മായിൽ M തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനാ വസന്തം സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം MT കാലം കലാതീതം എന്ന വേദിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ, PV കുഞ്ഞപ്പൻ, ഷമീറ ടീച്ചർ, M പ്രസാദ്, PV വിനോദ് കുമാർ, PU രമ്യ, K ശിവകുമാർ, TV വിനോദ് കുമാർ, വസന്ത രവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്.
ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം, മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.